നമസ്കാരം സുഹൃത്തുക്കളെ. അമേരിക്കയുടെ ബിൽഡപ്പ് എന്തിനാണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുകയാണ്. പേർഷ്യൻ കടലിടുക്കിലേക്ക് അമേരിക്കയുടെ ലിങ്കൺ വരുന്നു, ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ വരുന്നു, പിന്നെ ജെറാഡ് ഫോർഡ് വരുന്നു, റൂസ്വെൽറ്റ് വരുന്നു, അങ്ങനെ ഒരുപാട് പേര് വരുന്നു. നമ്മൾ ഇരുവശവും, അതായത് ഇറാനും അമേരിക്കയും ഭീഷണികൾ, ശക്തി പ്രകടനം, സമ്മർദ്ദം, എന്താണ് ഇതിലേക്ക് നടക്കാൻ പോകുന്നത്? ഒരുപാട് പേര് നാളെ യുദ്ധമുണ്ടാകും, ബെറ്റിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ ആക്രമിക്കും, അമേരിക്ക ആക്രമിക്കും, ഇസ്രായേൽ ആക്രമിക്കും, വിമാനപാത അടയ്ക്കുന്നു, അങ്ങനെ സംസാര വിഷയങ്ങളാണ്. എന്തായിത്തീരും മിഡിൽ ഈസ്റ്റിൽ? അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? ഇറാന്റെ പേടി സ്വപ്നം എന്താണ്? നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ ബിൽഡപ്പ് എന്തിനു വേണ്ടിയാണ്? മൂന്നോളം വിമാനവാഹിനി കപ്പലുകൾ പേർഷ്യയിലേക്ക് വരുന്നത്. എന്താണ് അമേരിക്കയുടെ ഉദ്ദേശം? അമേരിക്കയുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. യുദ്ധമല്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുക, ഇറാന്റെ തുറമുഖങ്ങളെ കാലിയാക്കുക, നിശബ്ദമാക്കുക. ലക്ഷ്യം വേറെ ഒന്നുമല്ല. അമേരിക്ക അറിയാം, യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല. ഓക്കെ, അതായത് അമേരിക്കയുടെ ബേസ് ഉണ്ട്, ഇസ്രായേലുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്. എണ്ണവില ഉയരും, സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ മൈനിങ്ങൾ സ്ഥാപിക്കും, ട്രില്യൺസ് ഓഫ് ഡോളർ നഷ്ടം വരും, എണ്ണവില കൂടും, സാമ്പത്തികമായിട്ട് പല രാജ്യങ്ങൾക്കും പരാധീനതയാകും, മിസൈലുകൾ വർഷിക്കും. ഇത് ഒരു മിസൈലുമില്ല, ഒരു പറയുന്ന അലർച്ചയുമില്ല, നിശബ്ദമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാനിലെ തുറമുഖങ്ങൾ നിശബ്ദമായിരിക്കുകയാണ്. ബാങ്കുകൾ ഇറാനെ കൈവിടുന്നു, ഇൻഷുറൻസ് കമ്പനികൾ കൈവിടുന്നു. ഫ്ലീറ്റ്സ്, അതായത് ഈ പറയുന്ന ഷാഡോ ഫ്ലീറ്റ്സ് എന്ന് പറയും, കരിമ്പട്ടികൾ പെടുത്തുന്ന ഇപ്പൊ ഷിപ്പുകളാണ്, കപ്പലുകളാണ് ഈ എണ്ണ കൊണ്ടുപോകുന്നത് എവിടേക്ക്? ഈ രാജ്യങ്ങളിൽ. അതായത് ഇത് മറ്റേ എണ്ണയാണല്ലോ, കരിമ്പട്ടിയിൽപ്പെട്ട എണ്ണയല്ലേ. ഒരു ഷിപ്പുകൾ വരുന്നില്ല. അതായത് റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ പേർഷ്യൻ കടലെടുക്ക് അമേരിക്ക പിടിക്കുന്നു. ഉദ്ദേശം വേറെ ഒന്നുമല്ല, സാമ്പത്തികമായിട്ട് ഇറാനെ ശ്വാസം മുട്ടിക്കുക. ഇറാനിൽ ഇപ്പൊ നമുക്ക് അറിയാം, അവിടുത്തെ കാര്യങ്ങളെ പറ്റി കൂടുതൽ ഞാൻ കടക്കുന്നില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കളം ഞാൻ കാണുന്നത് മഡൂറോ, കരാക്കസിലെ, വെനിസിലയുടെ സെയിം സ്വഭാവം അവിടെ ഇതേപോലെയായിരുന്നു. ഇതേപോലെ, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഭീഷണി. മഡൂറോ പറയുന്നു ഞാൻ അത് ഇത്, അമേരിക്ക അങ്ങനെ ഇങ്ങനെ, പരിഹാസം, ആഘോഷം. അവസാനം എന്തായി തീർന്നു? അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇറാന് ഉള്ളിൽ നിന്ന് വേണം, അതായത് തകർക്കുക അല്ലെങ്കിൽ തളർത്തുക. ഇറാനിലൊരു ഭരണമാറ്റം അവിടുത്തെ ജനങ്ങൾ ഉത്തരവാദിത്തമാണ്. ഒരു നേരിട്ടൊരു ആക്രമണത്തിൽ കൂടെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അമേരിക്ക വേറെ പല വഴികളും എടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുകൾ പിന്മാറി, കമ്പനികൾ ഓടിയിരിക്കുകയാണ്, ഷിപ്സ് വരുന്നില്ല. വരുമാനം ഇല്ലാതാകുമ്പോൾ IRGC തളരും. കാരണം പണം വേണം, ഹൂതികൾക്കുള്ള പണം വേണം. അപ്പോൾ അമേരിക്കയുടെ ഈ ഒരു ബ്ലോക്കേഡ്, അപ്പൊ നിങ്ങൾ കാണുമായിരിക്കും, സുഹൃത്തുക്കൾ കണ്ടു കാണുമായിരിക്കും, 4-5ഓളം പടക്കപ്പലുകൾ. ഉദ്ദേശം ആ യുദ്ധമല്ല, മിസൈലുകളുടെ യുദ്ധമല്ല, ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ, ബ്ലോക്കേഡ്. ഒരു കപ്പലുകൾ പോലും ഇറാനിലേക്ക് പ്രവേശിക്കാതെ നോക്കുക. ഒരു രൂപയുടെ ബിസിനസ് പോലും പുറത്തു വരാതെ ഇറാനെ തകർക്കുക. 80% ഇറാന്റെ ബിസിനസ് എവിടുന്നാണ്? എണ്ണ വിൽക്കണം. എണ്ണ വിറ്റാൽ മാത്രമേ കാര്യമുള്ളൂ. ഇതൊരു സമ്മർദ്ദമാണ്. ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ചെയ്യുന്ന പരിപാടിയാണ്. ട്രംപിന്റെ 2.0യുടെ വളരെ ഫലപ്രദമായിട്ടുള്ള തീരുമാനമാണ്. നമുക്ക് കേട്ടറിയാം, ഇറാനും മോശക്കാരല്ല. ഒരു പക്ഷേ ഇറാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അമേരിക്ക ആക്രമിച്ചാൽ അത് അമേരിക്ക സപ്പോർട്ടാവും. കാരണം ഒരുപാട് ദേശങ്ങൾ പ്രമാശേരിയാണ്, അമേരിക്ക ആക്രമിച്ചല്ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ സംഭവിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കപ്പലടിട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സംഘർഷ സാധ്യതയ്ക്ക് അമേരിക്ക ഒന്നും മുന്നോട്ട് വരുന്നില്ല. ഇറാൻ മുന്നോട്ട് വന്നാൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ നിൽക്കും. ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ സാമ്പത്തികവുമായിട്ട് തളർത്തുക. ഭയങ്കര വലിയൊരു ബുദ്ധിയാണ് അമേരിക്ക. ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ, എത്ര കണ്ട് ഇറാൻ ഇതിനെ ചെറുക്കാൻ പറ്റും? കാരണം ഓൾറെഡി അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ചൈനയോട്, 25% താരിഫ് എങ്ങാനും ഈ പറയുന്ന ഇറാന്റെ എണ്ണ വാങ്ങിച്ചാൽ അവർ അതിന് പകരം ഞങ്ങൾ വേണം വെനിസ്വലയിൽ നിന്ന് എണ്ണ തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ചൈന ഡസൻ കെയർ.
ചൈനയ്ക്ക് അങ്ങനെ ഇറാനെന്നോ അല്ലെങ്കിൽ സൗദിയെന്നോ അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ല, ആരാണോ വില കുറച്ച് കൊടുക്കുക അവരുടെ കൂടെ പോകും. അതാണ് ചൈന എന്ന് പറയുന്നത്. അപ്പൊ വലിയ കഥയുള്ള കേസല്ല. അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ കൈയൊടിഞ്ഞാൽ എന്ത് വെച്ചുകൊണ്ട് ഇറാനിന് മുന്നോട്ട് പോകും? സുഹൃത്തുക്കൾ, നിങ്ങൾ പറയുക, ഇത് അമേരിക്കയുടെ നയം ശരിയാണോ? പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, വേറെ വഴിക്ക് വേണമെങ്കിൽ തിരിയാം. ഇതൊക്കെ ഒരു ഡ്രോൺ വന്ന് അടിച്ചാൽ മതി. ഇപ്പൊ ഇറാൻ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഡ്രോൺ ഇട്ട് കഴിഞ്ഞാൽ ഗൾഫ് മുഴുവൻ കത്തി ചാമ്പലാവും. രണ്ട് കൂട്ടരും യുദ്ധത്തിലേക്ക് പോകും. പക്ഷെ പോകാതിരിക്കട്ടെ. ഈ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ട പോലെയല്ല. എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കാം, പിടിക്കാം. ഇപ്പൊ 4 കപ്പൽ എന്നുള്ളത് വേണമെങ്കിൽ 2 ആക്കി കുറയ്ക്കാം, 2 4 ആക്കാം. അതായത് ഇറാനെ വരുതിയിലാക്കാൻ വേണ്ടി ഇത് തന്നെയുള്ള വഴി എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പൊ അതായത് കണ്ട് യുദ്ധം നാളെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, യുദ്ധം തൽക്കാലം ഉണ്ടാകില്ല. ഉപരോധം മാത്രമാണ്. ഈ ഉപരോധം കൊണ്ട് അമേരിക്ക ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒരു കപ്പൽ പോലും വരാതെ ഇറാനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ തകർക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു അറിവിൽ ഞാൻ പഠിച്ചു വന്ന കാര്യം. നിങ്ങൾക്ക് വിഭിന്ന അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക.